നിങ്ങൾ എന്ത് ചെയ്യുന്നു? ചിട്ടി ഫണ്ട് കമ്പനിയിലെ മാനേജറാ. സാലറി ഒരു 10-15,000 രൂപ കിട്ടും. ഇയാള് താമസിക്കുന്ന വീട് പോലും ലോട്ടറി അടിച്ച് കിട്ടിയാണ്. അതെ സാറേ, എന്റെ മോളൊരു ഭാഗ്യവതി. ലോട്ടറിയിൽ വീടും ഫർണിച്ചറും ഫോറിൻ ട്രിപ്പ് കിട്ടും, എന്നാൽ ഭർത്താവിനെ കിട്ടില്ല. എന്താശിച്ചാലും സ്വന്തമാക്കുന്ന റേഞ്ച് എന്റേത്. എവിടെ നിന്ന് കിട്ടിയാലും അതുകൊണ്ട് ജീവിക്കാനുള്ള ശേഷിയെ നിനക്കുള്ളൂ. PR വരാൻ പോകുന്ന മരുമോള് എന്റെ മോളാണ് കേട്ടോ. പിയാസ, ക്രാന്തി നിങ്ങളുടെ മകനാണെന്ന് അറിയുന്നതിന് മുൻപേ എന്റെ മകളായിട്ട് അടുത്തതാ. എന്റെ മോളെ കെട്ടണമെന്നുള്ള വാശിയിലാവൻ. മാത്രമല്ല, ക്രാന്തിയെ എന്റെ മോൾക്കും വലിയ ഇഷ്ടമാണ്. ക്രാന്തി ഒരിക്കൽ അനാഥനായിരുന്നു. ഇപ്പൊ അവൻ ആരാന്ന് മനസ്സിലായില്ലേ? വേറെ ആരെങ്കിലും നോക്കാൻ പറ, അല്ലെങ്കിൽ നീ തന്നെ സെലക്ട് ചെയ്യ വല്ലവനോട് ഇറങ്ങിപ്പോന്നതിന് മുമ്പ്. അങ്ങനെയൊന്നും സംസാരിക്കരുത് സാർ. ഞങ്ങൾ അത്രയ്ക്ക് മോശപ്പെട്ട ഫാമിലി ഒന്നും അല്ല. ഞാൻ എങ്ങനെ സംസാരിക്കണമെന്നും എന്റെ മകൻ ആരെ കല്യാണം കഴിക്കണമെന്നും ഞാനാണ് തീരുമാനിക്കുന്നത്. കാർ എടുക്കണം. മൈ ഗുഡ്നസ്, ലാസ്റ്റ് വീക്കിൽ നമ്മൾ സ്കാൻ ചെയ്തിരുന്നത് അബദ്ധമായി പോയി. ക്രാന്തി PR മകനാ. ഹലോ ഡോക്ടർ, എങ്ങനെയുണ്ട്? കിട്ടിയ അടി ചെറുതാണെങ്കിലും മുറിവ് ഇത്തിരി വലുതാണ്. ബ്രെയിനിലേക്കുള്ള ഞരമ്പുകൾക്കാണ് അടിയേറ്റിരിക്കുന്നത്. അവിടെ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് പെയിന്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഹി ഷുഡ് ബി വെരി കെയർഫുൾ. ഒരിക്കലും എക്സൈറ്റഡ് ആവാൻ പാടില്ല. സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ അങ്ങനെ സംടൈംസ് ഉടൻ തന്നെ ഒഴിവാക്കണം. പെയിൻ വരാതിരിക്കുന്നതിന് ഞാൻ ടാബ്ലറ്റ് എഴുതിത്തരാം, അത് കൊടുത്താൽ മതിയാവും. എപ്പോഴും റിലാക്സ് ആയിരിക്കുന്നതാണ് നല്ലത്. തൽക്കാലം ഓപ്പറേഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. ടേക്ക് കെയർ. വാട്ട് ഈസ് ദിസ്? പ്ലീസ് പറഞ്ഞില്ല എക്സൈറ്റഡ് ആവരുതെന്ന്. കൺട്രോൾ യുവർ സെൽഫ് പ്ലീസ്. ഞാൻ നോക്കിക്കോളാം. അച്ഛൻ റെസ്റ്റ് എടുക്കൂ. ഇന്നത്തോടെ കള്ളനോട്ട് പ്രിന്റിംഗ് നിർത്തി. നിങ്ങൾക്കൊക്കെ വീട്ടിൽ പോവാം. പറഞ്ഞു വിടാ. ശേഷം സമ്മതിക്കില്ല. ഈ ഫാക്ടറിക്കാരനെ ബോസിന്റെ തന്നെ. പിന്നെ ശേഷം എന്തിനാടാ? അവന്റെ അടുത്തും പോയി പറ, ബോസ് ഇവിടെ ഉണ്ട്. ഹലോ ക്രാന്തി, നിന്റെ അച്ഛൻ എന്റെ അച്ഛനെ വിളിച്ച് വാർണിംഗ് കൊടുത്തിരിക്കുക. നിന്നെ പോലെ പണമുള്ളവരെ വല വീശി പിടിക്കുന്ന സ്വഭാവക്കാരല്ല ഞങ്ങൾ. ഇനി ഒരിക്കലും എന്നെ കാണരുത്, ഫോൺ ചെയ്യരുത്. ഹലോ ഹലോ ഹലോ. അവൻ എന്റെ മോനാ, ഞാൻ പറയുന്ന കേൾക്കും. പിന്നെ നിന്റെ മോളല്ലേ, അപ്പൊ നിന്റെ മരുമോളെ അവൻ കല്യാണം കഴിക്കും. ക്രാന്തി നമ്മുടെ പ്രസ് പൂട്ടി ജോലിക്കാരെയൊക്കെ പറഞ്ഞയച്ചെന്ന്. എന്ത്? ക്രാന്തി, ഇവിടെ വാ. എന്താടാ പ്രസ് പൂട്ടി എന്നൊക്കെ പറയുന്നു? സമ്പാദിച്ചതൊക്കെ മതി. ഡോക്ടർ അച്ഛനോട് ടെൻഷൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? ആ വേണ്ടാത്ത പ്രസ് കാരണം എല്ലാ പ്രശ്നവും. ഓ, ഇത് രണ്ടും പാടില്ലെന്ന് അച്ഛനോട് ഡോക്ടർ പറഞ്ഞല്ലേ? സുബു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ എടുത്തുകളാ. ക്രാന്തി ഒരേ ഒരു പെഗല്ലേ കൊടുത്തത്? അതിലും വേദന എനിക്ക് കുറച്ച് വിഷം കൊടുക്കാറുന്നില്ലേ? തന്റെ മനസ്സിൽ പോതല്ലേ? അത് അങ്ങനെ പറയാതടാ. അമ്മായിയപ്പനാടാ അത്. അമ്മായിയപ്പനോ? ഓഹോ, അപ്പൊ അതിനു വേണ്ടിയായിരുന്നോ ആ വരലക്ഷ്മിയുടെ അച്ഛനെ വിളിച്ച് വാണിംഗ് കൊടുത്തത്? പ്രിയക്ക് തന്നെ ഇഷ്ടമായി, അതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് ഡിസൈഡ് ചെയ്തതാ. ഡിസൈഡ് ചെയ്തത് നിങ്ങളാ. ഡിസൈഡ് ചെയ്യണ്ട. പ്രിയേക്കാൾ മുമ്പ് വരലക്ഷ്മി ഞാൻ ഡിസൈഡ് ചെയ്തതാ. നീ എന്ത് ഡിസൈഡ് ചെയ്യാൻ? അപ്പൊ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പറയുന്നതിന് അവിടെ കൊണ്ടു കിടന്ന ഇനി ഈ ടോപ്പിക് എങ്ങാനും പറഞ്ഞ